കുലസ്ത്രീ കുളിസ്ത്രീ എന്ന് വിളിക്കും. ഞാൻ കുലസ്ത്രീ എന്ന് വിളിക്കണം. കുലസ്ത്രീ എന്ന് വെച്ചാൽ അവളെ ഫാൻസിന് ഇഷ്ടാവില്ല. പിന്നെ ഒട്ടും സംസാരിച്ചിട്ട് ഒരു ഇതില്ലാന്ന് വിചാരിക്കേണ്ട. വാഴയാണ്, ഷാനവാസ് വാഴയാണ്. ആദിലെ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുമില്ലെന്ന് പല മലയാളികൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം അത്രയും കച്ചറ പ്രവൃത്തികളാണ് ആദിലാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം, താൻ ഈ കച്ചറ സ്വഭാവമാണ് രണ്ടും കൂടെ അതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ മേല. അന്ന് ലക്ഷ്മി പറഞ്ഞതിൽ ഇപ്പം ഞാനും സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. ഖേദിക്കുന്നു. ഞാൻ ഈ ആദിലേനും നൂറേനും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തതിന് ഖേദിക്കുന്നു. അമ്മ അതിൽ താറ കച്ചറ സ്വഭാവമാണ് അതിൻ്റെ അകത്തിരിക്കുന്നത് രണ്ടെണ്ണത്തിനും. കള്ളങ്ങൾ പറയുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, ഓരോന്ന് അടിച്ചു മാറ്റി ഒളിപ്പിച്ച് വെച്ച് അത് വേറെ ആൾക്കാർ നെഞ്ചത്തോട്ടിടുക. എന്ത് വൃത്തിയായിട്ട സ്വഭാവമാണെന്നറിയോ? കണ്ടിരിക്കുന്നവർക്ക് തന്നെ വെറുത്തു പോകുന്ന സ്വഭാവം. അതിൻ്റെ അകത്തിരിക്കുന്ന നിങ്ങളെ വിചാരം ഇതൊക്കെ പുറത്ത് നല്ല ബീജമൊക്കെ ഇട്ട് പോകുന്നതായിരിക്കും. അല്ല, നല്ല കച്ചറയായിട്ട് വരുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. താനീ കച്ചറയായിട്ട് വരുന്നുണ്ട്. കുലസ്ത്രീ കുളിസ്ത്രീ എന്ന് വിളിക്കും. ഞാൻ കുലസ്ത്രീ എന്ന് വിളിക്കണം. കുലസ്ത്രീ എന്ന് വെച്ചാൽ അവളെ ഫാൻസിന് ഇഷ്ടാവില്ല. ഇതുങ്ങൾ രണ്ടും ഫേക്കാണെന്നും കച്ചറയാണെന്നും ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കി അത്രയും നന്നായിരിക്കും. അവസരം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ നന്നായിട്ട് പിറകിൽ നിന്ന് അങ്ങ് കുത്തും. അമ്മാതിരി കുത്തും. ഉറപ്പാ. ഇത് തോന്നുമ്പോൾ ഞാൻ പറയും. പിന്നെ ഒട്ടും സംസാരിച്ചിട്ട് ഒരു ഇതില്ലാന്ന് വിചാരിക്കേണ്ട. വാഴയാണ്, ഷാനവാസ് വാഴയാണ്. പെങ്ങളോട്ടിന്ന് പറഞ്ഞ് കൊണ്ട് നടന്ന, പെങ്ങളല്ല മക്കളെ പോലെ കൊണ്ട് നടന്ന മനുഷ്യന് ഷാനവാസ് വാഴ. അങ്ങേരാരായി പൊട്ടൻ. അങ്ങനെ തന്നെ പറയും. ഇതുങ്ങളെ വിശ്വസിച്ച് ആ നെവിൻ്റെ കാര്യങ്ങളടക്കം ഇതുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങേര് ഇത് ചെയ്തത്. ഇപ്പം ഇങ്ങേരാരായി? ഇവിടെ 4 പെണ്ണുങ്ങൾ ഗാർഡിയൻ ഏജിലായിട്ട് വന്നിരിക്കുന്നതാണ്. ഇയാളാരാ? ഇപ്പോഴാണ് ഇവരൊക്കെ കൂടെ അയാളെ ഹിറ്റ്ലർന്ന് വിളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണം. സത്യോ, ഈ ഒരു അർത്ഥത്തിൽ തന്നെ വിളിച്ചത്. ഞാൻ അന്നേ വല്ല കറിയും വിളിച്ചാണ്. ഈ പറയുന്നത് നൂറയാ. നൂറ ഈ ആഴ്ച ഒന്ന് പുറത്തോട്ട് പോയിരുന്നെങ്കിൽ കുറച്ച് സമാധാനം കിട്ടിയാണ്. പിന്നെ ഒരു ശല്യത്തിനല്ലേ സഹിക്കണ്ടോ? രണ്ടെണ്ണത്തിന് ഒരുമിച്ച് സഹിക്കണ്ടല്ലോ. നൂറ ഒന്ന് പുറത്ത് പോയി കിട്ടിയാൽ മതി. നെവിൻ അവിടെ ഇരിക്കട്ടെ, നൂറ അങ്ങ് പുറത്തോട്ട് പോട്ടെ. അതിന്റെ ഒരു ഹിറ്റ്ലർ കളി. പാവട്ടെ, ഒറ്റ കളിക്കാൻ പറഞ്ഞത് ഒറ്റ കൂഞ്ഞാലടന്ന അവസ്ഥയായി. അമ്മായി പണി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷാനവാസിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പോൾ ഒന്നും മനസ്സിലാവാതെ ഇവരെ തലയിലും വെച്ച് മറ്റേ താളത്തും വെക്കാതെ കൊണ്ട് നടക്കുന്നത് അനുമോളാ. ഏത് വഴിയിൽ നിന്നാണ് പാര വരുന്നത്, പണി വരുന്നതെന്ന് അനുമോള് കണ്ടു തന്നെ അറിയണം. അനുമോളെ നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് കേട്ടോ. പോയിന്റ് അങ്ങനത്തെ വിഷമല്ലേ അതിലത് സിറ്റുവേഷനിലൂടെ നീ കടന്നു മനസ്സിലായി. അത് ഈ മനസ്സിലാക്കട്ടെ. ഞാൻ നിങ്ങളെക്കാൾ നല്ല ഗെയിമറൊന്നുമില്ല. ഞാൻ എന്റെ കളി കളിച്ചു പോകുന്നു. അക്ബറിൻ്റെ പാവയെ അടിച്ചു മാറ്റിയിട്ട് അടുത്ത് വന്നിരുന്നിട്ട് ഗെയിമായിട്ട് എടുക്കണം പോലും. ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്ന പാവ ഇവൾ ആ റൂമിൽ കയറി അങ്ങേരില്ലാത്ത സമയത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ഉളുപ്പില്ലാതെ വന്നിരുന്ന് പറയുന്നു ഗെയിമിനെ ഗെയിമായിട്ട് കാണണം പോലും. ഉളുപ്പ് വേണം നിനക്ക്, കുറച്ചെങ്കിലും ഉളുപ്പ് കേട്ടോ. അവിടുന്ന് എടുത്തോട്ടാ. നീ മാത്രം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ പാക വെച്ചത്. കുഴപ്പമില്ല, അത് ആരും എടുത്തോ. അത് ഭയങ്കര ഡേർട്ടിയാണ്. നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആരും കട്ടെടുക്കില്ല എന്ന് അല്ല. ഞാൻ അവൾക്കാണ് അവള് കണ്ടിട്ടുണ്ട്. അവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. മുഖത്ത് നോക്കി ഒരു നാണവും മാനവും ഇല്ലാതെ കള്ളം പറയുന്ന ഒരു പെണ്ണ് ഞാൻ എടുത്തിട്ടില്ലാന്ന്. ഉളുപ്പ് എന്ന് പറയുന്നത് കുറച്ചെങ്കിലും വേണം. ഒരു സാധനം എടുത്തു വച്ചിട്ട് ഞാൻ എടുത്തില്ല എന്ന് മുഖത്ത് നോക്കിയിട്ട് കള്ളം പറയാനുള്ള ഒരു ഇതുണ്ടല്ലോ, മൈൻഡ് സെറ്റ് നല്ലതാ. 20 പാവ എങ്ങാണ്ട് അതിന് മുകളിലെങ്ങാണ്ട് അക്ബർ എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഗെയിം കളിച്ചതാണ് അക്ബർ. പക്ഷെ ചതിച്ചു. വൃത്തികെട്ട കളി കളിച്ചിട്ട് പിറകീന്ന് ചതിച്ച്. ആദിലെ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുമില്ലെന്ന് പല മലയാളികൾ ചിന്തിക്കുന്നുണ്ടാവും.
കാരണം അത്രയും കച്ചറ പ്രവൃത്തികളാണ് ആദിൽ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദിലൊരു തൊഴുത്തിൽ കുത്തിയാണ്. ആദിൽ ഈ പറയുന്ന ഓരോ വ്യക്തികളെയും ആവശ്യമില്ലാതെ മാനിപ്പുലേറ്റ് ചെയ്ത് അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് വരുത്തും. സത്യം, പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം തല്ലിച്ച് വഴക്കുണ്ടാക്കി അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു പെണ്ണ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അമ്മ അതൊരു വൃത്തികെട്ട സ്വഭാവമാണ് അതിലേടത്. ഒരു ഭാവഭേദമില്ലാതെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് വരുത്തി തീർക്കുന്നവളാണ് ആദില. അതുകൊണ്ട് ആദില സത്യം പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് വരെ നാണക്കേടാണ്. അവര് പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ എത്രയോ നല്ല ആൾക്കാർ. എന്തിനാ നാദിറ? സത്യമാണ്. ഇതുങ്ങൾ വന്ന് കയറിയപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തതാണ്. അവരുടെ കമ്മ്യൂണിറ്റിനെയാണല്ലോ, ഞാനടക്കം ഇവരുടെ കമ്മ്യൂണിറ്റിനെയാണ്, ഇവരെ പോലുള്ള ആൾക്കാർ അത്രയും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇവർക്ക് വേണ്ടി സംസാരിച്ച ആൾക്കാരാണ്. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഇതുങ്ങൾ ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യരുത്, ഇതിനേക്കാളും വലിയ കച്ചറകൾ വേറെ ഉണ്ടാവത്തില്ല എന്ന രീതിയിൽ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ മതി എന്താണ് ഇതുങ്ങളുടെ സ്വഭാവം എന്നുള്ളത്. എത്ര മാത്രം ഇതുങ്ങൾ അതിൻ്റെ അകത്ത് കയറി ഇറങ്ങി ആൾക്കാരെ വെറുപ്പിച്ച് എവിടം വരെ എത്തിക്കാൻ പറ്റും അത്രയും എത്തിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായോ? അമ്മാതിരി കച്ചറകളായിട്ടാണ് പെരുമാറുന്നത്. സീസൺ 5 നാദിറ എന്ത് അടിപൊളിയായിട്ടാണ് വന്ന് ഗെയിം കളിച്ചിട്ട് പോയത്. എന്ത് സൂപ്പറാണ് അവര്. പക്ഷെ അവർക്കൊക്കെ ഒരു അപമാനമാണ് ഈ ആദില അല്ലെങ്കിൽ നൂറ എന്ന് പറഞ്ഞ വ്യക്തികൾ. ഒരു എത്തിക്സും ഇല്ലാതെ, ഒരു ഡേർട്ടി ഗെയിമിന് പോലും എത്തിക്സ് വേണം, അതുപോലും ഇല്ലാത്ത ഒരു ഗെയിമേഴ്സ്. രണ്ടാണ് ഗെയിമേഴ്സ് എന്ന് അവരെ വിളിക്കാൻ പറ്റുമോ? ഇവരെയൊക്കെ എന്തിനാണ് ജനങ്ങളിനകത്ത് വളർത്തി വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുരയ്ക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത്? സത്യം എനിക്ക് നല്ല പ്രതിഷേധമുണ്ട്. വെറും കാച്ചറ സ്വഭാവത്തിനുടമകളെ രണ്ടെണ്ണം കമ്മ്യൂണിറ്റിക്ക് മാനം കെടുത്താനായിട്ട്. സത്യമാണ്. നാദിര എന്ത് ഭംഗിയായിട്ടായിരുന്നു ഓരോന്ന് ചെയ്തിട്ട് പോയത്. ഒരു പ്രശ്നമല്ല, ഇപ്പോഴും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതുങ്ങളെ വന്നപ്പോൾ ഉള്ള ഫേസും ഇപ്പോൾ ഉള്ള ഫേസും, ഇപ്പം അന്ന് ലാലേട്ടൻ ഞാൻ വീട്ടിൽ കയറ്റും എന്ന് പറഞ്ഞതിന് അങ്ങേര് തന്നെ ഇപ്പം ഖേദിക്കുന്നുണ്ടാവും. ഇതുങ്ങളെയൊക്കെ എന്നുള്ള രീതിയിൽ ഉറപ്പാ അങ്ങേര് തന്നെ ഖേദിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒന്ന് വോട്ട് കൊടുത്തിട്ട് ഇനിയും അതിൻ്റെ അകത്ത് നിർത്തല്ലേ. നെവിൻ അവിടെ ഇരുന്ന് തീറ്റ എന്നുള്ളൊരു പ്രശ്നമല്ല, ഇരുന്ന് അങ്ങ് തിന്നെന്നുള്ളൊരു പ്രശ്നമുള്ളൂ നെവിനെ കൊണ്ടൊരു പ്രശ്നം, വേറെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതുങ്ങൾ അതിൻ്റെ അകത്ത് നിർത്തരുത്. വെറുതെ വോട്ട് കൊടുത്തിട്ട് ഇതുങ്ങളെ പിന്നെയും അതിൻ്റെ അകത്ത് നിർത്തിയിട്ട് അതിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നതിനേക്കാളും ഭേദം എടുത്ത് പുറത്ത് കളയുന്നതാണ്. ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് വെളിയിൽ പോയാൽ മതി, മറ്റേത് തനിയെ ഇറങ്ങിപ്പോക്കോളും. എങ്ങനെയെങ്കിലും ഇതുങ്ങളെ ഒന്ന് പുറത്താക്ക്. വെറുതെ വോട്ട് ചെയ്യരുത്. കാരണം പലർക്കും വെറുത്ത് തുടങ്ങി. വെറുത്തെന്നല്ല, വെറുപ്പിൻ്റെ അങ്ങേ അറ്റത്തെത്തി. അമ്മാതിരി വൃത്തികെട്ട ചീപ്പ് കളിയാണ് അതിൻ്റെ അകത്ത് കളിക്കുന്നത്. അതുകൊണ്ടാണ്. ശരിയെന്നാ.